എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ലഞ്ച് മെനു ആയിട്ടാണ്. ലഞ്ച് മെനു എന്ന് പറയുമ്പോൾ മീൻ കൂട്ടിയിട്ടുള്ള ഒരു സാധാരണ ഊണാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ചോറ്, മീൻകറി, മീൻ വറുത്തത്, അതുപോലെ തന്നെ തോരൻ, ഒഴിച്ചുകറി, ഇത്രയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലഞ്ച് മെനു ആണ്. അപ്പോൾ സാധാരണ വീട്ടമ്മമാർക്കെല്ലാം അറിയാവുന്ന റെസിപ്പികൾ തന്നെയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഈ ലഞ്ച് മെനു നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ താമസിക്കുന്നത് സ്വീഡനിലാണ്. അപ്പം ഇവിടെ അടുത്ത് ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫിഷ് ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങും, എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുള്ള മീൻ 3 ടൈപ്പിലുള്ള മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ്. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വിനീഗറൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഫ്രീസറിലാണ് വെക്കാറ്. ഇവിടെ ചിലപ്പോഴൊക്കെ മത്തി കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് മത്തി കിട്ടിയിട്ടുണ്ട്, കുഞ്ഞു മത്തി. അപ്പോൾ അതും ക്ലീൻ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ വയറും തലയും വാലും മുള്ളും കളഞ്ഞിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. മുള്ളോട് കൂടിയിട്ടുള്ള മത്തിയും കിട്ടാറുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ കറി വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ അത് ഫ്രൈ ചെയ്ത് എടുക്കാറാണ് പതിവ്. ഇനി ഇത് കൂടാതെ കുറച്ച് മീനും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് സാൽമൺ ആണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഫില്ലറ്റ്സ് ആയിട്ടും വാങ്ങാൻ കിട്ടും, അപ്പോൾ ഇതുപോലെ പീസസ് ആയിട്ടും കിട്ടും. അപ്പോൾ മുള്ളോട് കൂടിയതാണത്. പിന്നെ ഒരു തല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് തല, മീനിൻ്റെ തല വെച്ചിട്ടുള്ള കറി. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യം തന്നെ സാൽമൺ ക്ലീൻ ചെയ്യാണ്. സാധാരണ സാൽമൺ അവർ തരുമ്പോൾ ഇതിൻ്റെ ചെതുമ്പലൊന്നും കളയാതെയാണ് തരാറ്. പക്ഷേ ഇന്ന് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നൈഫ് വെച്ചിട്ട് ആ ചെതുമ്പലൊന്നുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ സ്കിന്നില്ലാതെയാണ് മീൻ കറി വെക്കാറ്, അപ്പോൾ അത് പ്രശ്നമല്ല. അപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി കഴുകിയതിന് ശേഷം ഓരോ ഫ്രീസർ സേഫ് ബാഗുകളിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ്. ഒരെണ്ണം ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുണ്ട്, ബാക്കി 3 ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മത്തിയും ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ മുള്ളില്ലാത്ത മത്തി ആയത് കാരണം നമുക്ക് ഒരുപാട് ബലം പ്രയോഗിച്ച് കഴുകിയാൽ അതിൻ്റെ മാംസമെല്ലാം അടർന്നു പോകും. അപ്പോൾ ഉപ്പിൽ ഇട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള അത് കളഞ്ഞിട്ടില്ല, അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഉപ്പിലിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള മത്തി തന്നെയാണ്. ഇനി സ്കിൻ കളഞ്ഞ മീനൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പ് നാറ്റമൊക്കെ മാറിക്കിട്ടും. നമ്മൾ സ്കിന്ന് വെച്ചിട്ട് ഒരുപാടിട്ട് തേച്ചിളക്കിയാൽ മാംസം അടർന്നു പോകും. അപ്പോൾ ഞാനിതുപോലെ വിനീഗർ ഒഴിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കും, അപ്പോഴത്തേക്ക് അതിൻ്റെ ഉളുമ്പ് നാറ്റമൊക്കെ മാറിയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ തല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കത്രിക വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതും കുറച്ച് നേരം വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉളുമ്പ് നാറ്റം വരില്ല ഫിഷിലൊന്നും. അപ്പോൾ ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ചോറ് വെക്കുകയാണ്. അപ്പോൾ സാധാരണ മട്ടയരി ആണെങ്കിൽ ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് പൊന്നിയരിയാണ്. ചെറിയ ടൈപ്പിലുള്ള പുഴുക്കലരിയാണ് പൊന്നിയരി. ഞാനിവിടെ കുക്കറിൻ്റെ മൂടി വെക്കാതെ തിളപ്പിച്ച് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. അപ്പം വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് അത് വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക.
ചോറൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ അരിപ്പയിലാണ് ഞാൻ ചോറ് ഊറ്റാറ്. ഇതിനി നന്നായിട്ടൊന്ന് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കുകയാണ്. ചോറ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ചുവന്ന കളറിലെ തൊലിയുള്ള ആപ്പിളാണ്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം 2 പച്ചമുളകും കീറിയിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഗ്രീൻ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു പുളിശ്ശേരിയാണ് ആപ്പിൾ പുളിശ്ശേരി. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ആപ്പിൾ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണിത്. അപ്പോൾ ഇതവിടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ മത്തി കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഞാനിവിടെ മീൻകറിക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ തന്നെ കുരുമുളക് ഇട്ട് ചതയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് വറുത്തെടുക്കുമ്പോൾ. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനീഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മീൻ വറുത്തതിനൊരു പ്രത്യേക ടേസ്റ്റ് ഇത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ മത്തി ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ഞാനിവിടെ സാൽമൺ ഫിഷ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആ കറിയുടെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി കാണിക്കുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം മീനും ഇതുപോലെ ഒരു തലയുമാണ് ഞാനിന്ന് കറി വെക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ പീസ് മീൻ അത്രയുണ്ട് കറി വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ്. ബാക്കിയുള്ള പ്രൊസീജിയർ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ നോക്കാം. അതേസമയം നമ്മുടെ ആപ്പിൾ പുളിശ്ശേരിയുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ആപ്പിൾ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ അധികം കട്ടിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് തിളപ്പിക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കടുക് നമുക്ക് താളിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് കറിവേപ്പില കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് തോരനാണ് വെക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലൊരു കട്ടിംഗ് പ്ലേറ്റിലോ അല്ലെങ്കിൽ ഗ്രേറ്ററിലോ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാബേജും ഒരു സവാളയും ഒരു പച്ചമുളകും കൂടി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനെക്കാളും കുറവ് മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടി പോകരുത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതിയാകും ഇതിന്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തോരനാക്കി എടുക്കാം. ഇവിടെ നമ്മുടെ പാൻ ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്നിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ക്യാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാബേജ് വെച്ചിരുന്ന പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മതിയാകും. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതൊരുപാട് കരിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഫിഷ് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ തന്നെയാണ്. അപ്പുറത്തെ അടുപ്പിൽ ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഫിഷ് ഫ്രൈയുടെ കൂടെ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ നാരങ്ങ മുറിച്ചതും ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കറികളും ചോറും എല്ലാം റെഡിയാണ്. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധാ ഊണാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലെ ലഞ്ച് ഡിന്നർ മെനു ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.